ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ലോങ് ഡ്രസ്സിൻ്റെ കട്ടിംഗ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും പോയി കാണുക. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അതിന് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണി എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ റോങ് സൈഡ് മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു തായ് ഭാഗം റോങ് സൈഡിലേക്ക് 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തായ് ഭാഗത്ത് നിന്നും മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ റോങ് സൈഡിലാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഈ എലാസ്റ്റിക് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ലൈനിലൂടെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സ്ലീവിലും എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് കട്ടിങ് കൊടുത്ത ഭാഗവും ഒരുമിച്ച് വെക്കണം. സ്ലീവിൻ്റെ നല്ല വശം ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്താണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 2 ലെയറായിട്ടാണ് തുണി കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇത് ഫസ്റ്റ് ലെയറിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണിയാണ്. ഈ തുണിയുടെ തായ് വശം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തുനിന്ന് ഒരു ത്രെഡ് പതുക്കെ വലിച്ചിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിനുള്ളതാണ്. ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ടോപ്പ് പാർട്ടിൻ്റെ തായ് ഭാഗത്ത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് 1/2 ഇഞ്ചിൽ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് സ്ലീവിൻ്റെ തായ് ഭാഗം മുതൽ ഈ ടോപ്പിൻ്റെ തായ് ഭാഗം വരെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ തായ് വശവും മുകൾ വശവും റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിതുപോലെ ലോക്ക് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി ഈ തുണിയുടെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് റോങ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലൂടെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് കൂട്ടിയിട്ട് സ്റ്റിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ താഴെ നല്ല വശത്ത് ഈ ഫ്രില്ലിട്ട തുണിയുടെ ഫ്രില്ല് വരുന്ന ഭാഗം മുകളിൽ വരുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഫ്രില്ലിട്ട തുണിയുടെ നല്ല വശമാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണിത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.